ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡ്രാഗനെ കൊന്ന് എൻസിറ്റി ലൂട്ട് ചെയ്ത് അലേർട്ടറൊക്കെ എടുത്ത് നമ്മൾ ബേസിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സോംബി ഫാം ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതുണ്ടാക്കാനുള്ള കംപ്ലീറ്റ് റിസോഴ്സും ഞാൻ ഇവിടെ ഷെൽക്ക ബോക്സിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ തന്നെ എൻസിറ്റി ലൂട്ട് ചെയ്ത കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇൻവെൻ്ററി കുറച്ചധികം ക്ലീൻ ആക്കാൻ പറ്റി ഗീസ്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇനി അവിടെ കൊണ്ട് വെറുതെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി ഗീസ്. നമുക്കിപ്പോൾ ഉണ്ടാക്കാനായിട്ട് നല്ല സ്പോട്ട് കണ്ടുപിടിക്കണം, അതാണ് അടുത്ത പണി. നമുക്കിപ്പോൾ എവിടെ ഉണ്ടാക്കിയാലും അത് മേലേക്ക് ഇങ്ങനെ പൊങ്ങിക്കും ഗൈസ്. അധികം ഭംഗിയൊന്നും ഇല്ലാത്ത ബിൽഡാണിത്. എവിടെ ഉണ്ടാക്കിയാലും പൊങ്ങിക്കും. അത്യാവശ്യം ഹൈറ്റുള്ള ബിൽഡാണ് ഗൈസ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബേസിൽ നിന്ന് കുറച്ച് അകലെ തന്നെ ഉണ്ടാക്കണം ഗൈസ്. നമ്മുടെ ബേസിൽ ഉണ്ടാക്കണം ഗൈസ്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ അവിടെയായിട്ട് ഒരു ഐലൻഡ് ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെയായിട്ട് ഉണ്ടാക്കാതെ നമ്മുടെ ലേറ്ററൊക്കെ ഉണ്ടായിരുന്നത് അതിട്ട് നമുക്ക് പറന്ന് പോകാം ഗൈസ്. നമ്മുടെ കുറച്ച് റോക്കറ്റ് ഉണ്ട്, അത് വെച്ച് നമുക്ക് പറന്ന് പോകാം. ഞാനിത് റോക്കറ്റ് വെച്ച് പറഞ്ഞിട്ടില്ല ഗൈസ് ഇതുവരെ. ആദ്യമായിട്ടാണ് ഞാൻ റോക്കറ്റ് വെച്ച് പറക്കണേ ഇതൊരു അലൈഡ് എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ അത്യാവശ്യം പ്ലെയിനായ സ്ഥലം വേണം ഗൈസ്. നമ്മുടെ ഇവിടെ പ്ലെയിനായാലും വെച്ചായിട്ട് നോക്കുമ്പോൾ ഇതാണ് ഗൈസ് അത്യാവശ്യം പ്ലെയിനായ സ്ഥലം. ഇവിടെ മേലേക്ക് പറഞ്ഞ് മേലെ നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, അത് തന്നെയാണ് ഗൈസ് ഇവിടെ അത്യാവശ്യം പ്ലെയിനായ സ്ഥലം. മറ്റേ അടുത്തൊക്കെ മല പോലെയാണ് നിൽക്കണേ. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാക്കാം ഗൈസ്. നമ്മുടെ 2 ഷെൽക്ക ബോക്സ് ഉണ്ട്. അത് രണ്ടെടുത്ത് നമ്മുടെ അതിന് തന്നെ നമുക്ക് സ്റ്റോൺ വെച്ച് പണി തുടങ്ങാം ഗൈസ്. സ്റ്റോണൊക്കെ കയ്യിലെടുക്കാം നമുക്ക്. എന്നിട്ട് ലേറ്റർ ഊരി നമുക്ക് ഷെൽക്ക ബോക്സിൽ വെച്ചിരിക്കാം ഗൈസ്. ഇനി വാട്ടർ ബക്കറ്റിൻ്റെ അടുത്ത് അതിന് തന്നെ നമുക്കൊരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം ഗൈസ്. കാരണം നമുക്ക് വെള്ളം ഈ ബില്ല് അത്യാവശ്യം ആവശ്യം വേണ്ട സാധനമാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബേസിൽ പോയി വെള്ളം എടുത്ത് അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും ഗൈസ് വെള്ളത്തിന് വേണ്ടി. കാരണം നമുക്ക് ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ ഞാൻ പ്രശ്നം തീർന്നല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ ആരെങ്കിലും ഈ ഫാം ഉണ്ടാക്കാൻ അറിയാത്തുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റിൽ തന്നെ ഏറ്റവും ഈസിയായ ഫാമാണ്. ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഗൈസ് ഞാൻ പറഞ്ഞില്ല, അതിന് തന്നെ 4 ബ്ലോക്ക് അടിയിൽ വെക്കണം ഗൈസ്. ഓക്കെ, എന്നിട്ട് 4 ബ്ലോക്കിൻ്റെ സൈഡിലും നമ്മൾ ഓരോ ബ്ലോക്ക് ഹൈറ്റ് കൂട്ടണം. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ഇവിടെയാണ് ഗൈസ് നമ്മുടെ സോംബീസും ക്രീപ്പറൊക്കെ ഒന്ന് വീഴാം. അപ്പോൾ അതൊരു കളക്ഷൻ ബേസ് പോലെ സെറ്റപ്പാണ് ഗൈസ്. ഇത് 4 സൈഡിലും ബ്ലോക്ക് കൂട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ കോർണർ ചെയ്ത ബ്ലോക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച്. അതൊക്കെയാണെങ്കിൽ കുറേ ബ്ലോക്ക് അങ്ങനെ പോകും ഗൈസ്. അതുകൊണ്ട് ഞാൻ സൈഡിൽ വയ്ക്കാൻ നിൽക്കണില്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെറ്റപ്പ് ഉണ്ടല്ലോ 21 ബ്ലോക്ക് ഹൈറ്റിൽ മേലേക്ക് വേണം. കാരണം സോംബീസിനും ക്രീപ്പേഴ്സിനും ഒക്കെ നമ്മുടെ സെയിം ഹെൽത്താണ് ഗൈസ്. ഏകദേശം നമ്മുടെ സെയിം ഹെൽത്താണ്. അപ്പോൾ സോംബീസും ക്രീപ്പേഴ്സൊക്കെ 21 ബ്ലോക്ക് ഹൈറ്റിൽ നിന്ന് വീഴാണെങ്കിൽ അതിന് പിന്നെ ഹാഫ് ലൈഫ് ഒരു ലൈഫിലൊക്കെ ആണ് രക്ഷപ്പെടാം. അപ്പോൾ നമ്മുടെ വാളിൻ്റെ കാറ്റ് വിഷമിക്കുക ചത്തുപോകും ഗൈസ്. നമുക്ക് അധികം വാളിന് ഡ്യൂറബിലിറ്റി കുറയ്ക്കേണ്ടി വരില്ല. അതിനാണ് നമ്മൾ 21 ബ്ലോക്ക് ഹൈറ്റ് പോകണേ. അത് പോയില്ലെങ്കിൽ നമ്മൾ കുറേ അടിച്ച് നിൽക്കേണ്ടി വരും ഗൈസ് അതിനെ കൊല്ലാണെങ്കിൽ. ഓക്കെ, അങ്ങനെ 21 ബ്ലോക്ക് ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇനി നമുക്കുള്ളത് പറഞ്ഞാൽ ഈ 4 സൈഡുണ്ടല്ലോ ഗൈസ്. അത് 4 സൈഡും ബാക്കോട്ട് 8 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. 8 ബ്ലോക്കല്ലേ 9 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 സെറ്റ്. കൃത്യം 9 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ 2 കട്ട ഹൈറ്റ് വയ്ക്കണം. 1 2. ഓക്കെ, അത് സെറ്റ് ആയിട്ട് ഇനി നമുക്കുള്ളത് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലേ, ഈ സാധനം നമുക്ക് കവർ ചെയ്യണം. കാരണം നമ്മുടെ മോബ്സ് ഒന്നും പുറത്തുകൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് കവർ ചെയ്ത് വയ്ക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ അടിയിൽ ലെയർ കവർ ചെയ്തു. ഇതിനെപ്പോലെ തന്നെ മേലെയും ഇതും ഫൈനലി ഇതും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു സൈഡ് കവർ ചെയ്തു ഗൈസ്. ഇനി ഈ സെയിം സാധനം തന്നെ ഇപ്പുറത്തും കവർ ചെയ്യണം. ഓക്കെ, നമ്മൾ 2 സൈഡും കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ ഇപ്പം നമ്മൾ ചെയ്തല്ലോ 2 സൈഡും കവർ ചെയ്തില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ 4 സൈഡുണ്ടല്ലോ ഇവിടെയും 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 കോപ്പി പേസ്റ്റ് ചെയ്യണം. ഫൈനലി നമ്മുടെ മോബ് ഫാം കാണാൻ എങ്ങനെ ഉണ്ടാവും ഗൈസ് 4 സൈഡും കവർ ആയിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഈ നടിയിൽ കാണുന്ന കുറേ ഗ്യാപ്പുകൾ ഉണ്ടല്ലോ ഗൈസ്. ഈ 4 സൈഡ് ഈ ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. കാരണം ഇനിയുള്ള എല്ലാം മോബും ഗൈസ്, സ്കെൽട്ടൺ ക്രീപ്പർ സോംബി അങ്ങനത്തെ സ്പൈഡർ അതെല്ലാം ഇതിൻ്റെ മേലാണ് ഇനി സ്പോണാൻ പോണേ. അത് ഇനി ഇതിനുള്ളിലാണ് ഗൈസ് അവരുടെ ജീവിതം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സൈഡ് ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഈ സെയിം സൈഡ് തന്നെ അവിടെയും എല്ലാ സൈഡിലും കവർ ഇവിടെയും ഇവിടെയും നമുക്ക് പേസ്റ്റ് ചെയ്യണം. അതായത് നല്ല മഴയും പെയ്തതും കുന്തം. ഓക്കെ, ഫൈനലി നമ്മൾ 4 സൈഡിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ മഴയാണെങ്കിൽ നിൽക്കണില്ല ഗൈസ്. എന്തായാലും നല്ല മഴയുണ്ട് ഗൈസ്. നമുക്ക് നൈസായിട്ട് കണ്ട ഷിപ്പിടന്ന് ലൂട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഇത് ഇവിടെ എടുത്ത് തന്നെ ഇത് നൈസായിട്ട് ലൂട്ട് ചെയ്യാം. അപ്പോഴേക്കും ഒന്ന് മഴ മാറട്ടെ ഗൈസ്. നമ്മുടെ ചവലുണ്ടായില്ല. അപ്പോൾ മിക്കവാറും ഇവിടെ ആയിട്ടാണ് ഗൈസ് ടെസ്റ്റ് ഉണ്ടാവേണ്ടത്. ഇറങ്ങി എല്ലാം പൊട്ടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ് നമുക്ക് ഉണ്ടെങ്കിൽ. എവിടെ ജസ്റ്റ് ഓക്കെ, ചെസ്റ്റ് കിട്ടി. അധികം പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്. കുറച്ച് നികട്ടുണ്ട്, അതുപോലെ ഒരു എമറാൾഡും ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വേറെ ചെസ്റ്റ് ഉണ്ടാ. ഓക്കെ, ഇതിനടിക്ക് ഇന്നുണ്ടോ സെറ്റപ്പ്? ഐസിൻ്റെ അടിയിൽ ഇന്ന ഫോണുണ്ട്. ഓക്കെ, എന്നിട്ട് വെയിറ്റ് ചെയ്തേ ഗൈസ്. ഇവിടെ ഇങ്ങനെ ഡോറ് കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയോ. ഈ ഡോറുണ്ട് ഇവിടെ. ഇപ്പം ഇവിടെ ഒരു ചെച്ചുടി ഉണ്ടാവണം ഗൈസ്. ഇവിടെ ഡോറൊക്കെ കാണാണ്ട് മിക്കവാറും ഒന്നുകൂടി ഉണ്ടാവും ഇവിടെ. അതേനാ എന്നിട്ടാ ബാക്കി ഒരു ട്രഷർ മാപ്പ് കിട്ടി നമുക്ക്. അതെപ്പോഴും നമുക്ക് ലൂട്ട് ചെയ്യാൻ പോവാം. അതിൻ്റെ യൂസ് ഇല്ല ഗൈസ് നമുക്കിപ്പോൾ. ഓക്കെ, സെറ്റപ്പ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് അധികം ലൂട്ടൊന്നും കിട്ടിയില്ല ഗൈസ്. കുറച്ചൊക്കെ ലൂട്ട് കിട്ടി. ട്രഷർ മാപ്പ് കിട്ടി. അത് എവിടെയാണ് നോക്കട്ടെ. എടുത്താണെങ്കിൽ
നോക്കായിരുന്നു. ഓക്കെ, എടുത്താണ്, തൊട്ടടുത്താണ് അത്. ഇത്ര അടുത്താണോ? വെയിറ്റ്. എന്തായാലും മഴയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയ നേരത്ത്. ഇതെങ്കിൽ ഇത് ചെയ്യാൻ കഴിച്ചു. ഇവിടെ ആയിട്ടാണ് ഈ കടണേ. അതെ, ഇത് നിങ്ങൾ പറയും ഞാൻ ചീറ്റ് ചെയ്തതാന്ന്. ചീറ്റ് ചെയ്തതാന്ന് പറയും. ഒരു ബ്ലോക്ക് മൈൻ ഇതപ്പോൾ എനിക്ക് കിട്ടി. പൊന്നുമോൻ എൻ്റെ ലക്കൊക്കെ കഴിച്ചു നിങ്ങൾ. ഞാൻ ഈ നേരത്ത് പോയി എന്തിനും മൈൻഡ് പോവാണെങ്കിൽ കുറേ സേക്ക് മിക്കവാറും ടൈം കൊണ്ട് എനിക്ക് കിട്ടും കേസ്. ഈ നേരത്ത് പോവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി പണി തുടങ്ങാം കേസ്. എൻ്റെ റെയിമ്പ് കുളം നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് 3 ബ്ലോക്ക് ഹൈറ്റിൽ അല്ല 2 ബ്ലോക്ക് മതി. 3 ബ്ലോക്ക് വേണ്ട, 2 ബ്ലോക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം. നിറച്ച് ഫുള്ള് കേസ് എല്ലാ സൈഡും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് വെയിറ്റ് അടിയിൽ ചെയ്താൽ കുറച്ച് ഈസി എന്ന് തോന്നുന്നു. ഇങ്ങനെ കെട്ടണം 4 ചുറ്റും. ഇത് കെട്ടണം, ഇത് കെട്ടണം, ഇത് അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യണം ഗൈസ്. നമ്മൾ 4 ചുറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടിയിൽ പോയിട്ട് ട്രാപ്പ് ഡോർ എടുത്തിട്ട് വരണം ഗൈസ്. വെയിറ്റ് അടിക്ക് പോട്ടെ. പിന്നെ നമുക്ക് ഓരോ ട്രാപ്പ് ഡോർ എടുത്ത് ഇവിടെ വയ്ക്കണം ഗൈസ്. 1 2 3 ഇങ്ങനെ എല്ലാ സൈഡിലും വെക്കണം ഗൈസ്, ഈ സെയിം പോലെ. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കണം. ഇതാണ് നമുക്ക് എല്ലാ സൈഡിലും ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ അവിടെ ചെയ്തു, ഇനി ഇവിടെ. ഓക്കെ, ഈ സെയിം സാധനം എല്ലാ സൈഡിലും റിപ്പയർ ചെയ്യണം. ട്രാപ്പ് ഡോർ മതിയാവില്ല മിക്കവാറും. ട്രാപ്പ് ഡോർ തികഞ്ഞില്ല ഗൈസ്. നമുക്ക് ഇനിയും ഒരു 16 ആവശ്യമുണ്ട്. 16 വേണ്ട, ഒരു 14 കൂടെ ആവശ്യമുണ്ട് ഗൈസ്. നമുക്ക് നൈസായിട്ടൊന്ന് വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. എൻ്റെ വീട് അവിടെ ഇല്ലേ? ഓക്കെ, നമുക്ക് ഈ 44 കൂടി ഇവിടെ ആക്കിയാം. 44 തന്നെ ആവശ്യമില്ല. ഇത് വെച്ച് ഇവിടെ കൂടി ഇതുകൂടി തുറന്നു വയ്ക്കാം. അങ്ങനെ ഇതും ഇതുകൂടി തുറന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ എല്ലാ സൈഡിലും ട്രാപ്പ് ഡോറും വെച്ചിട്ടുണ്ട്. നമുക്കിനി ബെഡ് പൊട്ടിച്ചെടുക്കാം. ബെഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ട്രാപ്പ് ഡോർ വെച്ചെന്ന് വെച്ചാലേ നമ്മളിപ്പോൾ സാധാരണ മോബ്സ് ഒക്കെ ഉണ്ടല്ലോ, സോംബി, ക്രീപ്പർ, അതുപോലെ സ്കെൽട്ടൺ, അതൊക്കെ ഈ സാധനം കാണുമ്പോൾ സാധാ ഒരു ബ്ലോക്കായിട്ടാണ് തോന്നാം. സാധാ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഡിനറി ബ്ലോക്കാന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ നടിച്ചേക്ക് വീഴും, നടന്ന് നേരെ ഇങ്ങോട്ട് വീഴും. നമ്മളിവിടെ ഒരു വെള്ളം ഒഴിച്ച് അവർ തള്ളി ഇതിനുള്ളിലേക്ക് ഇടും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ് വരണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് വാട്ടറാണ്. ഈ വെള്ളം എടുത്ത് ഇവിടെ നിന്ന് ഇവിടെ ഒഴിച്ച് ഇവിടെ ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് വാട്ടർ എടുക്കാൻ പറ്റും. ഇതെടുത്ത് ഇവിടെ ഒഴിച്ച് എവിടെ ഒഴിക്കാം. സെറ്റ്. ഇവിടെ നിന്നെടുത്ത് ഇവിടെ ഒഴിക്കാം, ഇവിടെ ഒഴിക്കാം. പറഞ്ഞ് ഇവിടെ നിന്നെടുത്ത് അടുത്തത് ഇവിടെ ഓടി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്. ഓക്കെ, സെറ്റ്. നമുക്ക് ഇതിൻ്റെ മേലെ കയറണം. ഇനി നമുക്ക് അധികം വലിയ പണിയും ബാക്കിയില്ലേ. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ മേലെ കയറണം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇത് പൊട്ടിച്ചളയണം. ഓക്കെ, സെറ്റ്. ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഇനി മേൽഭാഗം ഫുള്ള് കവർ ചെയ്യണം. ഇതിനുള്ളിലേക്ക് ഒരു തുണ്ട് ലൈറ്റ് പോലും കിടക്കാൻ പാടില്ല കേസ്. അത്രയ്ക്ക് എയർടൈറ്റ് ആയിട്ട് ഇത് അടയ്ക്കണം. ഓക്കെ, അതാണ് ഈ നമ്മുടെ അടുത്ത പരിപാടി. അങ്ങനെ ഇതോടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് മേലെ കയറട്ടൊന്ന് ഇതോടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. നമ്മൾ ഉള്ളിലത്തെ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളിൽ ഫുള്ളായിട്ട് ഇരുട്ടാക്കി നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചം വരും കിടക്കില്ല കേസ് ഇനി. ഓക്കെ, അപ്പോൾ കേസ് നമുക്ക് ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഉണ്ടല്ല, ഉൾഭാഗം കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ടോർച്ച് വെക്കണം. കാരണം ഇതിൻ്റെ മേലെ നമുക്ക് ഇനി ഒരു മൂവും സ്പോൺ ആവാൻ പാടില്ല കേസ്. പക്ഷേ അതിന് തന്നെ ടോർച്ചുകൾ സ്പാം ചെയ്ത് വെക്കണം കേസ്. അപ്പോൾ ഒന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അധികം ദൂരം മാറ്റിയിട്ട് കേസ് അധികം എല്ലാ സ്ഥലത്തും ലൈറ്റ് കിട്ടുന്ന പോലെ. ഓക്കെ, ഇവിടെ ഇന്നോട്ടെ. അങ്ങനെ ഡിസ്റ്റൻസിൽ ഒരു ടോർച്ച് വയ്ക്കാം കേസ്. ഇവിടെ ഇന്നോട്ടെ ഇത് വേണ്ട. ഓക്കെ, ഇവിടെ വയ്ക്കുക. നമ്മൾ ഇവിടെ കുറച്ചൊക്കെ വെച്ചുണ്ട് കേസ്. നമുക്ക് ഇനി ഇതിൻ്റെ മേലെ മിക്കവാറും സോമി സ്പോൺ ആവില്ല കേസ്. നമുക്ക് അടി പോയി നൈസായിട്ടൊന്ന് ഈ അടിഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായി. കവർ ചെയ്ത് നൈസ്, കുഴപ്പമില്ല. ഓക്കെ, അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ടായി നൈസ്. ഓക്കെ, ഓൾറെഡി സോമീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഓൾറെഡി തന്നെ നമുക്ക് ഇപ്പോൾ ഒരു 3 സോമീസ് വന്നിട്ടുണ്ട് കേസ് ഇവിടെ. കഴിഞ്ഞാൽ കൊല്ല പാളില്ല എൻ്റെ ഒരു സോളെടുത്ത്. ഓക്കെ, അതായത് ഒറ്റടിക്കാൻ ചാവും കേസ്. ഓൾറെഡി 21 ബ്ലോക്ക് ഹൈറ്റിന് വീണിട്ടാണ് കേസ് അവരിയ്ക്കണേ. ഇതെടുത്ത് 2 ട്രാപ്പ് ഡോർ വെച്ച് ഇവിടെ വയ്ക്കുക, പറഞ്ഞാൽ ഇവിടെ വയ്ക്കുക. ഓക്കെ, ഇവിടെ ട്രാപ്പ് ഡോർ ഉടക്കണമെന്ന് വെച്ചാൽ ചേട്ടൻ നേരത്തെ ഇതിൻ്റെ മേലെ നിന്ന് കുട്ടി സോമ്പി വീഴും. അപ്പോൾ അവർക്ക് ഈ ഒരു ബ്ലോക്ക് ഹൈറ്റിൽ നിന്നൊക്കെ ഓടി പോകാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ട്രാപ്പ് ഡോർ വയ്ക്കണേ, അവർ ഓടി പോകാണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചധികം ദൂരെ പോകണം കേസ്. നമ്മൾ തൊട്ടടിയിൽ നിന്ന് സാധനം വർക്കാവില്ല. ഇന്നൊരു AFK പോയിന്റ് ഒക്കെ ഉണ്ടാക്കണം കേസ്. അത് എത്ര ബ്ലോക്കാന്ന് എനിക്ക് അതിൻ്റെ ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് തലക്കാലത്തേക്ക് കുറച്ച് ദൂരെ പോയി നിൽക്കാം കേസ്. പിന്നെ നമുക്ക് തലക്കാലത്തേക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യും കേസ്. റെസ്റ്റ് അല്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. സാധാരണ അവിടെ വർക്കാവുണ്ടാവേണ്ടതാണ് കേസ്. നോക്കി നോക്കാം.
ഇപ്പം ഞാൻ വിചാരിച്ചിട്ട് നന്നായി വർക്കാവുണ്ട്. ഞാൻ കുറച്ച് നേരം എൻ്റെ വീടിൻ്റെ അവിടെ പോയി നിന്നപ്പിക്കും വന്നിക്കണ മോബുകൾ പ്ലീസ്. ഞാൻ വീട് വരെ പോയിപ്പിക്കും ഇത്രയ്ക്കധികം മോബ് വന്നിട്ടുണ്ട്. മിക്കവാറും ഇത് എൻഡിറ്റി ക്രൗണ്ടിങ് കാരണം ചവന്ന് തോന്നുന്നുണ്ട്. ഇതല്ല അത്രയ്ക്കധികം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കെയറിനൊക്കെ XP 15 XP കുറച്ചെല്ലാം അങ്ങോട്ട് പോയി വന്നപ്പിക്കും. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഹോപ്പറോടി വെക്കാണ്ട് അതും ചെയ്താക്കാം ഒന്ന്. ഇനി മെയിൻ ഭാഗം നടക്കണം നല്ല നൈസായിട്ട്. കബിൾ സ്റ്റോൺ ഉണ്ട് കുറച്ച്. മെയിൻ ഭാഗം നൈസായിട്ട് അടച്ചിട്ട് ഹോപ്പർ എടുത്തിട്ടില്ലേ, ഞാൻ ഹോപ്പർ എടുത്തിട്ട് തരാം ഒന്ന്. ചെസ്റ്റ് മാത്രമല്ലേ, ഞാൻ കുറച്ച് ട്രാപ്പ് ഡോർ എടുത്തിട്ടുണ്ടേ നമുക്ക് 4 സൈഡും കവർ ചെയ്യാനായിട്ട്. ഞാൻ അങ്ങോട്ട് പോയി വന്നപ്പിക്കും നിറച്ച് മൂവ് നിറഞ്ഞു തോന്നുന്നുണ്ട്. നിറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവാൻ മൂവുകളുടെ കുട്ടി സൗണ്ട് വെച്ചേക്കണ്ടേ എനിക്ക് കൂടുതൽ. സ്കെൽട്ടൺ അല്ലടാ അത് പറഞ്ഞ അവിടെ ചെയ്ത് തരണം ഒക്കെ തെറ്റ്. ചെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹോപ്പർ ആ 2 ചെസ്റ്റ് കണക്ട് ചെയ്ത് വെറുതെ വെച്ചാൽ മതി. ഹോപ്പർ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ മൂഫാമിന്റെ പണി ഒഫീഷ്യലി കംപ്ലീറ്റ് ചെയ്യേണ്ടി. നമുക്ക് ഇനി വേറെ വെച്ചിട്ട് പണിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, ഞാൻ ഇതിന്റെ മേൽഭാഗം മാത്രമായിരുന്നില്ല ലൈറ്റ് പ്രൂഫ് ചെയ്തിട്ടുണ്ടായേ, അടിഭാഗം കൂടി ലൈറ്റ് പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഐലൻഡിന്റെ കുറച്ച് ഭാഗം കൂടി ഈ സർക്കിൾ കൂടി ഞാനിന്ന് സ്റ്റോൺ പ്രൂഫ് ആക്കിണ്ടേ. നമുക്ക് ഇനി പറ്റുമെങ്കിൽ ഐലൻഡ് ഫുള്ളൊന്ന് സ്റ്റോൺ പ്രൂഫ് ആക്കാൻ നോക്കണമെങ്കിൽ. നടക്കാത്ത പരിപാടി തോന്നുന്നുണ്ട്, അതായത് നോക്കണമെങ്കിൽ പറ്റുമെന്ന്. നമുക്ക് തുറന്നു വിടാമെങ്കിൽ എത്ര വരും നോക്കാം. അവര് വന്നതിന് എനിക്ക് ഡാമേജ് വെച്ച് വെയിറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ കുട്ടി സോംബീസ് ഉണ്ടായി, 2-3 കുട്ടി സോംബീസ് ഉണ്ടായി. കുട്ടി സോംബീസിന്റെ നമുക്ക് ഡാമേജ് കിട്ടുന്നുണ്ട്. ഇതിന്ന് 20 XP കിട്ടി കേസ്. നേരത്തെ നമുക്ക് 20 XP കിട്ടി, ഇതിന്ന് 20 XP കിട്ടി. ഫോണടിക്ക് നൈസായിട്ട് മുങ്ങിയ ചത്തായിരുന്നു. കുറച്ച് മീനെ പിടിക്കാൻ നോക്കിയതാണ് നൈസ്. അതൊന്നും രണ്ടും നടന്നില്ല. അത് നമ്മുടെ 2 XP ഒക്കെ പോയി കേസ്. ഇപ്പോൾ പിന്നെ 20 XP കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. പക്ഷേ ഞാൻ ഇതിന് മിക്കൊരു XP എടുക്കാൻ പോകണില്ല കേസ്. കാരണം 20 കഴിഞ്ഞാൽ പിന്നെ XP കയറണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഈ ഫാം എന്തായാലും പറ്റാണ്ടാവും കേസ്. അതിന് അതിന് നമുക്ക് വേറൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് XPക്ക് മാത്രമായിട്ട് ഒരു ഫാം ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട് കേസ്. അതൊക്കെ ഫ്യൂച്ചർ പ്ലാൻ. നമുക്കിപ്പോൾ ഈ മൂവ് ഫാം നന്നായി വർക്കാവുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം എഫിഷ്യൻ്റായ ഒരു മൂവ് ഫാമാണ് ഉണ്ടാക്കിയത്. മെയിൻ ക്ലാസ്സിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഏറ്റവും സിമ്പിളും ബേസിക്കായ മൂവ് ഫാമാണ് ഇത്. അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ അടിയിൽ നിന്ന് അത്ര പെട്ടെന്ന് വർക്കാവില്ല. കുറച്ചധികം ദൂരം മാറി അല്ലെങ്കിൽ കുറച്ച് മേലെ കയറി കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് വർക്കാവാം. അപ്പോൾ ഇന്നത്തെ വേണ്ടി ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. അതിൽ ബൈ ഗൈസ്.